ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ അശ്വതി തയ്യാറാവണം. എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഞാനിനി എങ്ങനെ തിരുത്താനാ? അതിനൊക്കെ വഴിയുണ്ട്. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി, അതുപോലെ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ വൈറലായതിന്റെ ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ നിങ്ങളെല്ലാരും വിളിപ്പിച്ചത്. ബസ്സിലും തിരക്കുള്ള സ്ഥലങ്ങളിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. എനിക്കും പല സമയത്തും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെനിക്ക് എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന ചിന്ത എനിക്കുണ്ടായത്. അപ്പോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം റിയൽ ഇഷ്യൂ ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, എനിക്കിത്തരം അനുഭവം ഉണ്ടായ സമയത്ത് എനിക്കതൊന്നും കൃത്യമായി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അവസരം കിട്ടിയ സമയത്തൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മാനസികമായ സമാധാനത്തിനപ്പുറം സാമ്പത്തികമായ ലാഭവും ഉണ്ടായി. അപ്പോഴാണ് ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സ്ഥിരമാക്കിയത്. ചില സമയങ്ങളിൽ ഞാൻ ചെയ്ത വീഡിയോസ് 100% സത്യമായിരുന്നില്ല. അങ്ങനെ ഒന്നാണ് അഭിജിത്തിന്റെ വീഡിയോ. ബസ്സിലെ തിക്കിലും തിരക്കിലും യാദൃശ്ചികമായി ഉണ്ടായ തട്ടലും മുട്ടലും ഞാൻ മനഃപൂർവ്വം എന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിലൂടെ അഭിജിത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പിന്നീട് അഭിജിത്തിന് അനുഭവിക്കേണ്ടി വന്ന ട്രോമ മനസ്സിലാക്കിയപ്പോ എല്ലാ സത്യവും തുറന്നു പറയാന്ന് കരുതി. ഇങ്ങനൊരു പ്രസ് മീറ്റിലൂടെ നിങ്ങൾ ചെയ്ത തെറ്റിന് പരിഹാരമായെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. പരിഹാരമായി മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. അത് അഭിജിത്തിനോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അയാൾ അനുഭവിച്ച നാണക്കേടിന് ഒരിക്കലും പരിഹാരമാവില്ല. അതാണ് നിങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മുന്നിൽ വെച്ച് അഭിജിത്തിനോട് മാപ്പ് പറയുന്നത്. ഐ എം റിയലി സോറി അഭിജിത്ത്. നിങ്ങൾ ഇനിയും ഇത്തരം വീഡിയോസ് പോസ്റ്റ് ചെയ്യോ? ജെന്യുവിൻ ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യൂ. ഞാൻ കാരണം ഇനി ആർക്കും ഒരു മോശവും ഉണ്ടാവില്ല. ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ മാപ്പ് പറയുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അങ്ങനെ അങ്ങ് നിർത്തിയാലോ? ഞങ്ങൾക്ക് കുറച്ചു കാര്യങ്ങളോട് അറിയാനുണ്ട്. സോറി, എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ കാരണം ഇനി ഒരാളും വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്.